വെൽക്കം, തൈമനാണ്. ഹിമാറ്റനിക്സ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ അയേൺ ആൻഡ് അയൺ പ്രിപ്പറേഷൻസിനെ കുറിച്ചിട്ടാണ്. ഹിമാറ്റനിക്സിൽ നമ്മൾ മരുന്നുകളെ മൂന്നാക്കി തിരിച്ചാൽ ഒന്ന് അയേൺ ആൻഡ് അയൺ പ്രിപ്പറേഷൻസ് ആണ്, രണ്ടാമത്തത് ഫോളിക് ആസിഡ് ഉണ്ട്, ദെൻ വൈറ്റമിൻ B12 പോലുള്ള മെച്ചുറേഷൻ ഫാക്ടേഴ്സ് ആണ്, ആൻഡ് മൂന്നാമത്തായിട്ട് നമുക്ക് എറിത്രോപോയിറ്റിൻ നമുക്ക് പറയാം. നമ്മളിവിടെ ആൻഡ് പ്രിപ്പറേഷൻസിനെ കുറിച്ചാണ് പറയാം. ഇരുമ്പിന്റെ ശരീരത്തിലെ അളവുകൾ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ, അതെങ്ങനെ മെറ്റബോളൈസ് ചെയ്യുന്നു, അത് ലഭിക്കുന്ന സോഴ്സസ് തുടങ്ങിയെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ, ഹിമാറ്റനിക്സിന്റെ ആദ്യത്തെ വീഡിയോയിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ പാത്തോഫിസിയോളജി വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ഓൺലി അയൺ ആൻഡ് അയൺ പ്രിപ്പറേഷൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയാം. അയൺ പ്രിപ്പറേഷൻസ്, ഇരുമ്പ് മരുന്നുകളെ നമുക്ക് പ്രധാനമായിട്ട് രണ്ടാക്കാം. ഒന്ന് ഓറൽ ആണ്, ഓറൽ ആൻഡ് പ്രിപ്പറേഷൻസ് എന്ന് നമുക്ക് വിളിക്കാം. വായിലൂടെ കഴിക്കുന്ന മരുന്നുകൾ, ഗുളികകളാകാം അല്ലെങ്കിൽ ലിക്വിഡ് ഫോർമുലേഷൻസ് ആകാം. രണ്ടാമത്തത് ദർ ഇൻജെക്റ്റബിൾസ് ആണ്, കുത്തിവയ്ക്കുന്നവയാണ്. പെരൻട്രൽ അയൺ തെറാപ്പി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. മിക്കവാറും IV ആണ് നമ്മൾ കൊടുക്കുക. ചിലതൊക്കെ നമുക്ക് IM ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് പ്രിഫേർഡ് റൂട്ട് എന്ന് പറയുന്നത് ഓറലാണ് ഏറ്റവും ബെസ്റ്റ് റൂട്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും നമുക്ക് IV കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പെരൻട്രൽ കൊടുക്കേണ്ടി വരും. ഓറൽ മിക്കവാറും എല്ലാം തന്നെ ഡിസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസോസിയബിൾ ആയിട്ടുള്ള അയൺ അല്ലെങ്കിൽ അതിന്റെ ഫെറസ് സോൾട്ടുകളായിട്ടാണ് അവൈലബിൾ. ഫെറിക് സോൾട്ടും ഉണ്ട്, എങ്കിലും ഫെറസ് സോൾട്ട് ആണ് ഏറ്റവും കൂടുതലുള്ളത്. ഫെറസ് സോൾട്ടിന്റെ ഒക്കെ ഗുണം എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഇൻഎക്സ്പെൻസീവ് ആണ്, ചീപ്പാണ്, ആൻഡ് ഹൈ അയൺ കണ്ടന്റ് ഉണ്ട്, ധാരാളം അയൺ അതിനകത്ത് ഉണ്ട്. ആൻഡ് ദേ ആർ ഗുഡ് അബ്സോർഷൻ, നല്ല ബെറ്റർ അബ്സോർഷൻ ഉള്ള മരുന്നാണ്. ധാരാളം വിവിധ ഫോർമുലേഷൻസ് അവൈലബിൾ ആണ്. എല്ലാ ഫോർമുലേഷൻസിനെയും പറ്റി നമുക്ക് പറയാൻ പറ്റില്ല, പ്രധാനപ്പെട്ട മാത്രം നമുക്ക് പറയാം. അതിൽ ഏറ്റവും അധികം വൈഡായിട്ട് ഉപയോഗിക്കുന്നത് ഫെറസ് സൾഫേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ വൈഡായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഓറൽ ആൻഡ് പ്രിപ്പറേഷൻസ്. ദെൻ ഫെറസ് ഫ്യൂമറേറ്റ് ഉണ്ട്, ദെൻ ഗ്ലൂക്കോണൈറ്റ്. ഇവയും വൈഡായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. വേറെ ധാരാളമുണ്ട്, പക്ഷെ ഇവയാണ് ഏറ്റവും വൈഡായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഫെറസ് സൾഫേറ്റ് രണ്ട് രീതിയിൽ കിട്ടും. ഫെറസ് സൾഫേറ്റ് നമുക്ക് ഹൈഡ്രേറ്റഡ് സൾഫേറ്റ് കിട്ടും. ഹൈഡ്രേറ്റഡ് അതിനകത്ത് 20% അയൺ കണ്ടന്റ് ആണ് ഉള്ളത്. ദെൻ ഡ്രൈഡ് ഉണ്ട്, ഡ്രൈഡിനകത്ത് 32% അയൺ കണ്ടന്റ്. ആൻഡ് ചീപ്പസ്റ്റ് ഫെറസ് സൾഫേറ്റ് ആണ് ചീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിനൊരു മെറ്റാലിക് ടേസ്റ്റ് വായിൽ അനുഭവപ്പെടുന്ന പ്രശ്നം. ഫെറസ് ഫ്യൂമറേറ്റ് ആണെങ്കിൽ അതിലൊരു 33% അയൺ ഉണ്ട് ആൻഡ് ഇതിന് ടേസ്റ്റ് ഇല്ല ആണ് ഫെറസ് ഫ്യൂമറേറ്റ്. ഫെറസ് ഗ്ലൂക്കോണൈറ്റിൽ 12% ഉള്ളൂ, പക്ഷേ അയൺ അബ്സോർബിൾ ആണ്. ആൻഡ് വിവിധ അയൺ പ്രിപ്പറേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 60 milligram നമുക്ക് അയൺ കിട്ടണം എന്നുണ്ടെങ്കിൽ ഫെറസ് ഗ്ലൂക്കോണൈറ്റ് ആണെങ്കിൽ നമ്മളൊരു 518 milligram എങ്കിലും കഴിക്കേണ്ടി വരും. ഫെറസ് കാർബണേറ്റ് ആണെങ്കിൽ ഒരു 487 കഴിക്കേണ്ടി വരും. ഫെറസ് അസ്പാർട്ടേറ്റ് ആണെങ്കിൽ 422. ഞാൻ പറഞ്ഞു ധാരാളം സോൾട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു. സക്സിനേറ്റ്, ഫ്യൂമറേറ്റ്, സൾഫേറ്റ് ഒക്കെ ഏകദേശം ഒരു 180 to 185 grams കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു 60 milligram തോതിൽ നമ്മുടെ ശരീരത്തിൽ കിട്ടും. ദിവസം ഇത് 2 to 3 തവണ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. ആൻഡ് ഇതിന്റെ എല്ലാം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ GI സൈഡ് എഫക്ട്സ് ആണ് ഉള്ളത്. പുതിയ മരുന്നുകൾ ഈ GI സൈഡ് എഫക്ട്സ് കുറവാണ് എന്ന് പറഞ്ഞിട്ടാണ് പുതിയ മരുന്നുകൾ അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയും. ആൻഡ് വിവിധ അയൺ ഫോർമുലേഷൻസ് ബാക്കിയുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കാം. കൊളോയിഡൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് ഉണ്ട്, ഇത് ഡ്രോപ്സ് ആയിട്ട് കിട്ടുന്നതാണ്. ദെൻ കാർബോണിൽ അയൺ, കൊളോയിഡൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് ആണ്. ദെൻ കാർബോണിൽ അയണിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെയധികം ഫൈൻലി പൗഡർഡ് ആണ്, ലെസ് ദാൻ 5 micron സൈസ് ഉള്ളതാണ്. ആൻഡ് GI ടോളറൻസ് കൂടുതലാണ്. പക്ഷെ ഇതിന്റെ ഒരു പെന്റാകാർബണൈൽ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഡീകമ്പോസിഷൻ പ്രൊഡക്റ്റ്, അത് കുറച്ച് ടോക്സിക് ആണ്. ഫെറസ് സക്സിനേറ്റ് ഉണ്ട്, ഫെറസ് സക്സിനേറ്റിൽ 35% ഉണ്ട്. ദെൻ അയൺ കോളിൻ സിട്രേറ്റ് ഉണ്ട്, അയൺ കാൽഷ്യം കോംപ്ലക്സ് ഉണ്ട്, ഫെറസ് അമിനോ 8 ഉണ്ട്. ദെൻ ഫെറിക് ആയിട്ടുള്ളത് ഫെറിക് ആയിട്ട് ഗ്ലിസറോഫോസ്ഫേറ്റ് ഉണ്ട്. ദെൻ ഫെറിക്കിന്റെ തന്നെ ഹൈഡ്രോക്സി പോളി മാൾട്ടോസ് ആയിട്ട് അവൈലബിൾ ആണ്. ആൻഡ് ഈ പുതിയ പ്രിപ്പറേഷൻസ് എല്ലാം തന്നെ ലെസ് ബവൽ ഇറിറ്റേഷൻ ആണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. പക്ഷേ പുതിയ പ്രിപ്പറേഷൻസ് എക്സ്പെൻസീവ് ആണ്. ദെൻ ഈ അയൺ അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിയോഡിനത്തിൽ നിന്നാണ് ഏറ്റവും അധികം അബ്സോർബ് ചെയ്യുക. പിന്നെ ഉള്ളത് അതിന്റെ തൊട്ട് താഴെയുള്ള ജജനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ എൻട്രിക്കോട്ടഡ് ഓർ സസ്റ്റൈൻ റിലീസ് പ്രിപ്പറേഷൻസ് ഒക്കെ അയൺ കൊടുത്തു കഴിഞ്ഞിട്ട് എത്രത്തോളം എഫക്റ്റീവ് ആണ്, കാരണം അത് ഇലിയത്തിൽ നിന്നൊക്കെ അബ്സോർബ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും വലിയ അഡ്വാൻറ്റേജസ് ഒന്നും സസ്റ്റൈൻ റിലീസ് പ്രിപ്പറേഷൻസിന് കാര്യമായിട്ടില്ല എന്ന് നമുക്ക് പറയാം. ദെൻ ലിക്വിഡ് ഫോർമുലേഷൻസ്, ഇരുമ്പിന്റെ ലിക്വിഡ് ഫോർമുലേഷൻസ് ഇപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പല്ലിന് ഒരു ബ്ലാക്ക് കളർ വരും. അതുകൊണ്ട് നമ്മൾ നാക്കിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒറ്റ വിഴുങ്ങലാണ് നമ്മൾ സാധാരണ ചെയ്യുക. ഗുളിക തന്നെയാണ് മിക്കവാറും പ്രിഫർ ചെയ്യുക. മിക്കവാറും അയൺ ഫോർമുലേഷൻസ് നമ്മൾ ഒറ്റയ്ക്കായിരിക്കില്ല
നമുക്ക് കിട്ടുക. അയൺ ഫോർമുലേഷൻ ഇരുമ്പ് മാത്രമായിരിക്കില്ല, അതിനകത്ത് മിക്കവാറും ഫോളിക് ആസിഡ് കാണും, വൈറ്റമിൻ B12 കാണും, ബാക്കി ധാരാളം വൈറ്റമിൻസ് ഒക്കെ ചേർത്തിട്ടായിരിക്കും മിക്കവാറും വരിക. ഇനി അയൺ വെറും വയറ്റിൽ കഴിച്ചാലാണ് അബ്സോർഷൻ കൂടുതൽ. ഇപ്പൊ ഓറലായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ അബ്സോർഷൻ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാം. പക്ഷേ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹനേന്ദ്രിയ പ്രശ്നങ്ങൾ കൂടുതലാണ്. രണ്ട് രീതിയിലാണ് അപ്പം മരുന്ന് സാധാരണ കൊടുക്കാൻ ഡോക്ടർമാരൊക്കെ ആവശ്യപ്പെടുക. ഒന്ന്, ഭക്ഷണത്തിന് മുമ്പ് ചെറിയ ചെറിയ ഡോസിലായിട്ട് കഴിക്കുക, പലതവണയായിട്ട് കഴിക്കാം. ഇല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം ഉയർന്ന ഡോസിൽ. സോ അങ്ങനെ നമ്മൾ രണ്ട് രീതിയിൽ കഴിച്ചിട്ട് ഈ GI സൈഡ് എഫക്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണത്. എന്തായാലും ഏത് തരം അയൺ ഗുളികകളാലും ഒരു രോഗിക്ക് ബെസ്റ്റ് എന്ന് പറയാനായിട്ട് നമുക്ക് ട്രയൽ ആൻഡ് എററിലൂടെ പറ്റും. കാരണം പറ്റില്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഫോർമുലേഷൻസിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അതിന്റെ ചെയ്യാൻ പറ്റുക. ദെൻ ഇനി നമുക്കപ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ്, അഡ്വേഴ്സ് എഫക്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിലായി എപ്പിഗാസ്ട്രിക് ഡിസ്ട്രസ് ആണ്. എപ്പിഗാസ്ട്രിക് ഡിസ്ട്രസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ദെൻ ഹേർട്ട് ബേൺ അല്ലെങ്കിൽ നമ്മൾ തന്നെ നെഞ്ചരിച്ചിൽ എന്ന് പറയും, ഓക്കാനം, നൗസിയ, ദെൻ ഷർദിൽ വേണമെങ്കിൽ വരാം, ദെൻ ബ്ലോട്ടിംഗ്, വയറിങ്ങനെ വീർത്തിരിക്കുന്ന അവസ്ഥ, ദെൻ സ്പല്ലിനൊക്കെ ആണെങ്കിൽ സ്റ്റെയിനിങ് വരാം, മെറ്റാലിക് ടേസ്റ്റ് വരാം. പിന്നെയുള്ള പ്രശ്നം എപ്പിഗാസ്ട്രിക് ഡിസ്ട്രസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം വയറ്റിൽ തന്നെയാണ്. അത് സാധാരണ രീതിയിൽ ഏറ്റവും അധികം കാണുക കോൺസ്റ്റിപ്പേഷൻ ആയിട്ടാണ്. കോൺസ്റ്റിപ്പേഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് അസ്ട്രിഞ്ചന്റ് ആക്ഷൻ. ഇതിന് അസ്ട്രിഞ്ചന്റ് ആക്ഷൻ ഉണ്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ ചിലർക്ക് ഇത് വരിക ഇൻസ്റ്റെഡ് ഓഫ് കോൺസ്റ്റിപ്പേഷൻ ഡയേറിയ ആയിട്ടായിരിക്കും വരിക. സോ ഡയേറിയ ഉണ്ടാകാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ രണ്ടും ഉണ്ടാകാം. പക്ഷെ കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ ആണ് സാധാരണ ഉണ്ടാവുക. ആൻഡ് ഓറലാണ് പ്രിഫേർഡ് റൂട്ട്. പിന്നെ നമുക്ക് പരേൻട്രൽ അയൺ പ്രിപ്പറേഷൻസിനെ കുറിച്ച്, പരേൻട്രൽ അയൺ തെറാപ്പി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. സോ ഓറലാണ് പ്രിഫേർഡ് റൂട്ട് എങ്കിലും നമുക്ക് പരേൻട്രൽ IV നമുക്ക് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. സോ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഓറൽ കൊടുത്തിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ അയൺ തെറാപ്പി, ഓറൽ അയൺ തെറാപ്പി ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തവരിൽ. രണ്ട്, ഓറൽ കൊടുത്തിട്ടും ഗുണം ഇല്ല, ഫെയിലിയർ ആണ് എങ്കിൽ, മാൽ അബ്സോർഷനോ അവർക്ക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസോ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസോ ഒക്കെ ഉണ്ടെങ്കിൽ. മൂന്ന്, നോൺ കംപ്ലയൻസ് ആണെങ്കിൽ, കൃത്യമായിട്ട് അതൊന്നും കഴിക്കില്ല എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരിൽ. നാല്, സിവിയർ ആയിട്ടുള്ള അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടെങ്കിൽ, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവരിൽ, ക്രോണിക് ബ്ലഡ് ലോസ് ഉള്ളവരിൽ, ഹീമോഗ്ലോബിൻ ലെവൽ വളരെ താഴ്ന്നിരിക്കുന്ന 10 താഴെയുള്ള ആൾക്കാരിലാണെങ്കിൽ. ദെൻ അഞ്ചാമത്തെ കേസ് CKD, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ആൾക്കാർ നമ്മൾ എറിത്രോപോയിറ്റിൻ ഇഞ്ചെക്ട് ചെയ്യുകയാണ്. അപ്പോൾ കൂടുതൽ എന്തായാലും നമുക്ക് അയൺ, പരൻട്രൽ അയൺ തെറാപ്പി കൊടുക്കേണ്ടി വരും. ആറാമത്തത്, വേഗത്തിൽ അയൺ നമുക്ക് ഉയർത്താൻ പറ്റും. നമുക്ക് പെട്ടെന്ന് അയൺ അളവ് നമുക്ക് ഉയർത്താൻ പറ്റും. ഡിപ്ലീറ്റഡ് സ്റ്റോഴ്സ് ഒക്കെ നികത്താനായിട്ട്. സോ ഇത് നമ്മൾ എത്ര അയൺ കൊടുക്കണം എന്ന് എങ്ങനെ തീരുമാനിക്കുന്നു വെച്ചാൽ അതിനൊരു ഫോർമുല ഉണ്ട്. 4.4 ഇൻറ്റു ബോഡി വെയിറ്റ്, നമ്മുടെ വെയിറ്റ് എത്രയാ കിലോഗ്രാംസിൽ കാണാം, ഇൻറ്റു ഡെഫിസിറ്റ് ഫാക്ടർ, ഹീമോഗ്ലോബിൻ എത്രയാണ് കുറവ്, നോർമൽ ഉള്ള ആളുടെ ആയിട്ട് കണക്കാക്കിയിട്ട് എത്രയാണ് കുറവ്, അത് ഗ്രാം പെർ ഡെസിലിറ്ററിൽ കണ്ടിട്ട് അങ്ങനെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇങ്ങനെ കുത്തിവെക്കുന്ന മരുന്നുകൾ നമ്മൾ നേരത്തെ ഓറൽ പറഞ്ഞ ഫെറസ് സൾഫേറ്റോ, ഫെറിക് ഫെറസ് ഫ്യൂമറേറ്റോ പോലുള്ളവയല്ല. സോ ഫെറസ് പോലുള്ള ബ്ലഡിനകത്തേക്ക് ഫെറസ് Fe2+ ഒക്കെ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി ടോക്സിക് സംഭവമാണ്. മാത്രമല്ല ഇത് അസ്ട്രിഞ്ചന്റ് എഫക്ട് മൂലം പല പ്രോട്ടീനെയും പ്രസിപ്പിറ്റേറ്റും ചെയ്യും. സോ അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വേറെ പല രീതിയിൽ കോമ്പിനേഷൻ ആയിട്ടാണ്. ഒന്ന് ഫേമസ് ആയിട്ടുള്ളത് അയൺ ഡെക്സ്ട്രാൻ ആണ്. അയൺ ഡെക്സ്ട്രാൻ വർഷങ്ങളായിട്ടുള്ളതാണ്. ദെൻ ഫെറസ് അല്ലെങ്കിൽ അയൺ സുക്രോസ് എന്ന് പറയുന്ന ഒരു ഫോർമുലേഷൻ ഉണ്ട്. ദെൻ ഫെറസ് സോർബിറ്റോൾ പ്ലസ് സിട്രിക് ആസിഡ് ഒക്കെ ചേർന്നുണ്ട്. ദെൻ ഫെറിക് കാർബോക്സി മാൾട്ടോസ് എന്ന് പറയുന്ന ഫോർമുലേഷൻ ഉണ്ട്. ഇതുമായിട്ട് സാമ്യമുള്ളതാണ് ഫെറുമോക്സിറ്റോൾ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. ദെൻ സോഡിയം ഫെറിക് ഗ്ലൂക്കോണൈഡ് കോംപ്ലക്സ് ഉണ്ട്. അയൺ ഐസോമാൾട്ടേസ് 1000, അയൺ ഐസോമാൾട്ടേസ് എന്ന് പറയുന്ന കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. മാൾട്ടേസ് 1000, ഇങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് നമുക്ക് അയൺ ഡെക്സ്ട്രാനെ കുറിച്ച് പറയാം. അയൺ ഡെക്സ്ട്രാൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്ന്. ഏകദേശം 50 years വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന്. ആൻഡ് ഇതിന്റെ പ്രത്യേകത, ഇത് IM ആയിട്ടും കൊടുക്കാം, IV ആയിട്ടും കൊടുക്കാവുന്ന മരുന്നാണ്. സോ IM ആയിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്നാണ് ഇത്. കുത്തിവെക്കുന്നത് ലോക്കലി ബൗണ്ട് ആകും. പക്ഷെ IM ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-30% ആ കുത്തിവെക്കുന്ന സ്ഥലത്ത് ലോക്കലി ബൗണ്ട് ആകുമ്പോൾ നമ്മൾ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതും കൂടി അഡീഷണൽ ആയിട്ട് അപ്പോൾ ഒരു 25% കൂടി എക്സ്ട്രാ ചേർത്തിട്ട് വേണം ആ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നുള്ളവർക്ക്. ആൻഡ് ഇതിന്റെ മോളിക്കുലാർ വെയിറ്റ് ഒരു 6000 to 7000 ആണ് അയൺ ഡെക്സ്ട്രാന്റെ മോളിക്കുലാർ വെയിറ്റ്. ദെൻ ദിസ് അയൺ ഡെക്സ്ട്രാന്റെ ഒരു പ്രശ്നം എന്നുള്ളത് ദിസ് ദ ആന്റിജനിക് ആണ് എന്നുള്ളതാണ്. ആന്റിജനിക് ആയിട്ടുള്ള സംഭവം ഏറ്റവും കൂടുതൽ അലർജിക് ഓർ അനാഫിലാക്ടോയിഡ് റിയാക്ഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത് അയൺ ഡെക്സ്ട്രാൻ ആണ്. അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, നമ്മളൊരു ടെസ്റ്റ് ഡോസ് കൊടുത്ത് നോക്കിയിട്ടാണ്, ഒരു ചെറിയൊരു ഡോസ് ആദ്യം കൊടുത്ത് നോക്കും, 1 മണിക്കൂർ നോക്കും. പ്രശ്നമൊന്നും ഇല്ലെങ്കിലാണ് നമ്മളിത് സാധാരണ രീതിയിൽ കുത്തിവെക്കുക. IM നമ്മൾ കുത്തിവെക്കുക നമ്മളുടെ ചന്തിയിലേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഡീപ്പ് ഗ്ലൂട്ടിയൽ ഇഞ്ചക്ഷൻ എന്നാണ് നമ്മൾ അതിന് പറയാം. ആൻഡ് ഇതിനൊരു പ്രത്യേക പേരുണ്ട്, Z ട്രാക്ക് ടെക്നിക് അല്ലെങ്കിൽ Z ടെക്നിക് എന്നായിരിക്കും നമ്മൾ ഇതിന് വിളിക്കുക.
സോ ഇതെന്താ ഗുണമെന്ന് വെച്ചാൽ ഡീപ്പായിട്ട് കുത്തിവെക്കുമ്പോൾ ആ ഭാഗത്ത് സ്റ്റെയിനിങ്, അയൺ കുത്തിവെച്ചാൽ സ്റ്റെയിനിങ് ഉണ്ടാവല്ലോ, സ്കിന്നിൽ ഒരു സ്റ്റെയിനിങ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് 2 ml ദിവസമോ ഒന്നിടവിട്ട ദിവസമോ ഒക്കെ കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ അപ്പുറം തുടയിൽ ഓരോ ഡോസ് ദിവസം കൊടുക്കാം, അങ്ങനെയൊക്കെ കൊടുക്കാം. ആൻഡ് ഓൾസോ IV ബോളസ് ആയിട്ട് കൊടുക്കാം. IV ബോളസ് ആകുമ്പോൾ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡയല്യൂട്ട് ചെയ്തിട്ട് 6 to 8 hours ആയിട്ട് പതിയെ നമുക്ക് ഇൻഫ്യൂഷൻ ആയിട്ടും കൊടുക്കാം. ദെൻ IM ഓർ IV ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ ഏത് പെരേണ്ടറിലാലും ദർ വിൽ ബി ഹാവിങ് സം ലോക്കൽ പെയിൻ. കുത്തിവെക്കുന്ന സ്ഥലത്ത് കുറച്ച് വേദന ഉണ്ടാകും. ദെൻ കുറച്ച് പിഗ്മെന്റേഷൻ അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. IV ഒന്നും കൊടുത്ത അത്ര ചാൻസ് ഇല്ല. ദെൻ IM കൊടുക്കുമ്പോഴാണ് ഇത് കൂടുതലുള്ളത്. സ്റ്റെറൈൽ ആപ്സസ് എന്ന് വെച്ചാൽ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ളത്. ആൻഡ് ഇത് കൂടുതൽ ഉള്ളത് അയൺ ഡെക്സ്ട്രാനാണ്, ബിക്കോസ് IM ആയിട്ട് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞു. അനാഫിലാക്ടോയിഡ് റിയാക്ഷനും ഉണ്ടാക്കാനുള്ള പ്രശ്നം മറ്റുള്ളവയേക്കാളെല്ലാം കൂടുതൽ ഇതിനാണ്. മറ്റുള്ളവയ്ക്കൊക്കെ വളരെ കുറവാണ്. ദെൻ പനി, തലവേദന, സന്ധിവേദന, ഫ്ലഷിങ് അല്ലെങ്കിൽ പുകച്ചിൽ അല്ലെങ്കിൽ മയക്കം, ക്ഷീണം, തളർച്ച ഒക്കെ ഉണ്ടാക്കാം. ലിംഫ് നോഡ് എൻലാർജ്മെന്റ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ ഇത് കുത്തിവെക്കുമ്പോൾ ഗിഡിനെസ്, തല ചുറ്റൽ വരികയാണ്, ചെസ്റ്റ് ടൈറ്റ്നസ് അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും മരുന്ന് നിർത്തിവെക്കുക, മരുന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ മരുന്ന് യൂറിനിലൂടെയും ബൈലിലൂടെയും ഒന്നും പുറത്തു പോകത്തില്ല. അങ്ങനെയല്ല ഇതിന്റെ എക്സ്ക്രീഷൻ എന്നുള്ളതാണ്. ഇനി മറ്റൊരു മരുന്ന് ഫെറിക് കാർബോക്സി മാൾട്ടോസ് ആണ്. ഫെറിക് കാർബോക്സി മാൾട്ടോസ് എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അതിന്റെ പേര് ഇഞ്ചക്ടഫർ എന്ന പേരിൽ ലഭിക്കുന്ന ഒരു മരുന്നാണ്. ഇത് ഓൺലി IV ആണ്. IV മാത്രമേ കൊടുക്കൂ, നോ IM ആയിട്ട് കൊടുക്കുന്നില്ല. ആൻഡ് ഇത് വേഗത്തിൽ നമ്മുടെ റെറ്റിക്കുലർ എൻഡോത്തീലിയൽ സെൽസ് ഇത് വേഗത്തിൽ എടുക്കും. മാത്രമല്ല ഇത് നമുക്ക് 1000 milligram വരെയൊക്കെ കൊടുക്കാം. 100 ml സലൈൻ ചേർത്തിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ കൊടുക്കാം വേഗത്തിൽ തന്നെ. അപ്പോൾ HB പെട്ടെന്ന് ഉയരാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് സ്റ്റോൾസ് വിൽ ബി റീപ്ലെനിഷ് ഫാസ്റ്റ്. ആൻഡ് അക്യൂട്ട് റിയാക്ഷൻസ് എല്ലാം കുറവാണ്. പെയിനും കുത്തിവെക്കുന്നിടത്ത് പെയിൻ അങ്ങനത്തേക്ക് ഉള്ളതും കുറവാണ്. പക്ഷെ ഇത് 14 വയസ്സിൽ താഴെയുള്ളവരിൽ പഠനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാറില്ല. ആൻഡ് ഇതിന്റെ ഒരു പ്രശ്നം ഹൈപ്പോഫോസ്ഫറ്റീമിയ ഉണ്ടാക്കാം. ഹൈപ്പോഫോസ്ഫറ്റീമിയ കുറച്ച് ഈ മരുന്ന് ഉണ്ടാക്കാം. അപ്പോൾ വേറെ മരുന്നുണ്ട് ഇതേപോലെയുള്ള ഫെറിക് കാർബോക്സി മാൾട്ടോസ് ഒക്കെ പോലെയുള്ളത് തന്നെയാണ്. അതിന്റെ പേര് ഫെറുമോക്സിറ്റോൾ എന്ന് പറയുന്ന ഒരു മരുന്നാണ്. ഫെർമോക്സിറ്റോൾ ഈസ് അയൺ ഓക്സൈഡ് വിത്ത് പോളിഗ്ലൂക്കോസോർബിറ്റോൾ കാർബോക്സി മീഥൈൽ ഈതർ. സോ അയൺ ഓക്സൈഡ് ആണ്, ഓക്സൈഡ് വിത്ത് പോളിഗ്ലൂക്കോസ് ആൻഡ് സോർബിറ്റോൾ ഉണ്ട്, കാർബോക്സി മീഥൈൽ ഈതർ. ഇത് ചേർന്നിട്ടുള്ള ഒരു സംഭവമാണിത്. ആൻഡ് ഇതിന് ഹൈപ്പോഫോസ്ഫറ്റീമിയ എന്നുള്ള പ്രശ്നം ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ദെൻ വേറൊന്നുള്ളത് ഫെറസ് സുക്രോസ് ആണ്. ഫെറസ് സുക്രോസ് ടെസ്റ്റ്, ഈ മരുന്നുകൾക്കൊന്നും ടെസ്റ്റ് ഡോസ് വേണ്ട. ഫെറസ് സുക്രോസ് ആണ്. ഫെറസ് സുക്രോസിന് ടെസ്റ്റ് ഡോസ് ഒന്നും വേണ്ട. 24,000 to 60,000 വരെ മോളിക്കുലാർ വെയിറ്റ് ഉള്ള മരുന്നാണ്. ഇത് IV ആണ്. ആൻഡ് 100 milligram പരമാവധി 200 milligram IV ആയിട്ട് നമുക്ക് കൊടുക്കാം. ദിവസവും കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് കൊടുക്കാം. ആൻഡ് ദിസ് ഫെറസ് സുക്രോസ് നമ്മൾ സാധാരണ കൊടുക്കാവുന്നത് CKD-ലാണ്, ക്രോണിക് കിഡ്നി ഡിസീസസ്. അതിനകത്ത് നമ്മൾ മറ്റേ സംഭവം കുത്തിവെക്കുമ്പോൾ എറിത്രോപോയിറ്റിൻ കുത്തിവെക്കുമ്പോൾ നമുക്ക് കൊടുക്കുന്നു. ദെൻ പിന്നെ ഉള്ളത് അയൺ സോർബിറ്റോൾ ആണ്. അയൺ സോർബിറ്റോൾ സിട്രിക് ആസിഡ്, അയൺ സോർബിറ്റക്സ് എന്നും നമുക്ക് ഇതിനെ വിളിക്കാം. സോ ഇത് ഉപയോഗിക്കുന്നത് IM ആണ്. അയൺ സോർബിറ്റോൾ പ്ലസ് സിട്രിക് ആസിഡ്, ഇത് IM ആയിട്ട് കുത്തിവെക്കുന്ന ഒരു മരുന്നാണ്, IV അല്ല എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഇസ് ഹൈലി ഡയലൈസിബിൾ ആണ്. അപ്പോൾ ഡയലൈസ് ചെയ്യുമ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ CKD-യിലൊക്കെ ഉപയോഗിച്ച് വേറെ പ്രധാനപ്പെട്ട മരുന്ന് അയൺ ഐസോമാൾട്ടോസ്. അയണിന്റെ ഐസോമാൾട്ടോസ് 1000 എന്ന് പറയുന്ന മരുന്നാണ്. ആൻഡ് ദിസ് ഓൾസോ ഇഞ്ചക്ഷൻ തന്നെയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് IV ആണ്, IM ഒന്നുമല്ല. ആൻഡ് വിത്ത് മാട്രിക്സ് ഐസോമാൾട്ടോസ് 1000 വെച്ചിട്ടുള്ള സംഭവമാണ്. ആൻഡ് വേഗത്തിൽ പ്രവർത്തിക്കുന്ന മരുന്നാണ്. ടോക്സിറ്റി കുറവാണ്. നമുക്ക് 1 to 2 gram വരെ കൊടുക്കാം, അല്ലെങ്കിൽ 20 milligram per kilogram. നമ്മളൊരു 15 to 30 മിനിറ്റ് കൊണ്ട് കൊടുക്കാം. എക്സ്ക്രീഷൻ കുറവാണ്, വെറും 1% മാത്രമാണ് യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുക. ദിവസമോ ആഴ്ചയിലൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. ആൻഡ് സാധാരണ ഈ IM ഇഞ്ചക്ഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ, അല്ലെങ്കിൽ ഇത്തരം IV ഒക്കെ കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ ഓറൽ അതിനൊപ്പം കൊടുക്കാറില്ല. ഈ മരുന്ന് കൊടുത്തു കഴിഞ്ഞ് ഒരു 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഈ ഓറൽ മരുന്ന്. അപ്പോൾ ഓറലും IVയും നമ്മൾ ഒരുമിച്ച് കൊടുക്കാറില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സോ ഇനി മൊത്തത്തിൽ അയൺ പ്രിപ്പറേഷൻസിന്റെ യൂസസ്, അയൺ പ്രിപ്പറേഷൻസ് ആണ്, IV മാത്രമല്ല. എല്ലാത്തിനെയും കൂടി യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ ആയിരിക്കും ഉപയോഗിക്കുക? 1 അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണ് പ്രധാനപ്പെട്ട യൂസ്. അതിന്റെ ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കാം, പ്രൊഫൈലാക്സിന് ഉപയോഗിക്കാം. സോ ട്രീറ്റ്മെന്റ് പറയുകയാണെങ്കിൽ ക്രോണിക് ബ്ലീഡിംഗ് ഉള്ള ആൾക്കാർ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ്, ക്രോണിക് ബ്ലീഡിംഗ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് ഉള്ള ആൾക്കാർ, ഹുക്ക്വേം ഇൻഫെസ്റ്റേഷൻ ഉള്ള ആൾക്കാർ, മലേറിയൽ ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർ, ഗർഭിണികൾ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ നമുക്ക് ഉപയോഗിക്കാം. ആൻഡ് ഗർഭിണികളിലെ 2nd ട്രൈമസ്റ്ററിലാണ് നമ്മളിത് കൊടുക്കുക. 2nd ട്രൈമസ്റ്റർ മുതൽ പിന്നെ കംപ്ലീറ്റ് അങ്ങ് നമ്മൾ അയൺ ഫോളിക് ആസിഡ് കോമ്പിനേഷനാണ് മസ്റ്റായിട്ട് കൊടുത്തേ പറ്റൂ. ഗർഭാലം മുഴുവൻ നമുക്ക് കൊടുക്കാം പിന്നീട്. ആൻഡ് ഇങ്ങനെ കൊടുക്കുന്ന ഗർഭിണി
ഗർഭിണികളിൽ ഇത് തെറാപ്പറ്റിക് അല്ല, പ്രൊഫൈലാറ്റിക് ആയിട്ടാണ് കൊടുക്കുക. ദെൻ മറ്റ് സംഭവങ്ങൾ, ഉദാഹരണത്തിന് സ്റ്റോർ റിപ്ലനിഷ് ആവുന്ന ഘട്ടങ്ങളിൽ എല്ലാം നമുക്ക് ഇത് കൊടുക്കാം. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിവിയറിറ്റി. രണ്ടാമത്തത് പ്രൊഫൈലാക്സ് ആണ്. പ്രൊഫൈലാക്സ് ഓൾറെഡി നമ്മൾ ഗർഭിണികളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഗർഭിണികളിലാണ് പ്രധാനം തന്നെ. ദെൻ 700 മില്ലിഗ്രാം ടു 750 മില്ലിഗ്രാം മറ്റൊരു പ്രസവത്തിൽ ഒരു ഗർഭകാലത്ത് അവർക്ക് ആവശ്യം വരും. സാധാരണ നമ്മൾ എത്ര കഴിച്ചാലും 3 ഗ്രാം, എത്ര നമ്മൾ അയൺ കൊടുത്താലും 3 ഗ്രാം വരെ ഡെയിലി അബ്സോർബ് ചെയ്യാനായിട്ട് ശരീരത്തിന് പറ്റുള്ളൂ. അതാണ് അയൺ അബ്സോർഷന്റെ സീലിംഗ്. സോ അപ്പോൾ മരുന്ന് നമുക്ക് തുടർച്ചയായിട്ട് ഇത് കഴിക്കുക എന്നുള്ളതാണ്. അയൺ കുറവുള്ള ആൾക്കാരെ പ്രൊഫൈലാക്സിന് തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കണം. കാരണം ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് ഒരുപാട് കഴിച്ച് തീർത്തേക്കാം എന്ന് പറയാൻ പറ്റില്ല, സീലിംഗ് ഉള്ളതുകൊണ്ട്. ദെൻ കുട്ടികളിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, ഇപ്പോൾ മെനോറിയ ഉള്ളവർ, ദെൻ ഭക്ഷണത്തിൽ നിന്ന് ആവശ്യത്തിന് കിട്ടാത്തവർ, സോ ഇവരിലൊക്കെയാണ് നമ്മൾ പ്രൊഫൈലാറ്റിക് ആയിട്ട് സപ്ലിമെന്റ് ആയിട്ട് അയൺ നമ്മൾ കൊടുക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ്. മെഗാലോബ്ലാസ്റ്റിക് അനീമിയയിൽ അങ്ങനെയുള്ള പ്രശ്നത്തിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോളിക് ആസിഡും വൈറ്റമിൻ B12 ആണ് കൊടുക്കുക. പക്ഷേ അപ്പോൾ നമ്മൾ സാധാരണ അയൺ കൂടി ഒന്ന് നോക്കണം. അയൺ ഡെഫിഷ്യൻസിയും അവരിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ദെൻ ഫോർത്ത് കണ്ടീഷൻ ക്രോണിക് കിഡ്നി ഡിസീസ് ആണ്. ക്രോണിക് കിഡ്നി ഡിസീസിൽ എർത്രോപോയിറ്റിൻ നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരും. എർത്രോപോയിറ്റിൻ കൊടുക്കുമ്പോൾ അയൺ കൂടെ കൊടുക്കേണ്ടി വരും. സോ ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഡയാലിസിസിനൊക്കെ മുമ്പായിട്ട് നമ്മൾ സാധാരണ അയണും കൂടി കൊടുക്കാറുണ്ട്. ഇനി നമുക്ക് അക്യൂട്ട് അയൺ പോയിസണിങ് ഓഫ് അയണിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. സോ സാധാരണ ഇതുണ്ടാകുന്ന ഇൻഫാൻസ് ആൻഡ് ചിൽഡ്രൻ, കുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഒരു 60 മില്ലിഗ്രാം പെർ കിലോ അല്ലെങ്കിൽ 60 മില്ലിഗ്രാമിൽ കൂടുതൽ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രശ്നമാണ്. സാധാരണ രീതിയിൽ ഇപ്പോൾ വോമിറ്റിംഗ് തോന്നാം, ദെൻ അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഉണ്ടാക്കാം, ഹെമറ്റമസിസ് ചോര പോലെ വരിക, ദെൻ ലെത്താർജി ക്ഷീണം വരാം. ഓക്കെ, സോ അങ്ങനെയൊക്കെയുള്ള ഉണ്ടാകാം. ഇപ്പോൾ GITയിലാണെങ്കിൽ ഈ മരുന്ന് മുറിവുകൾ ഉണ്ടാക്കാം, ഇൻഫ്ലമേറ്ററി പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, നെക്രോട്ടൈസിങ് എൻട്രൈറ്റിസ് ഉണ്ടാക്കാം, ഹെപ്പാറ്റിക് ലിവറിൽ ഹെപ്പാറ്റിക് നെക്രോസിസ് അങ്ങനെയൊക്കെ ഉണ്ടാകാം. ദെൻ ഇത് കൂടുതൽ അങ്ങോട്ട് ചേരുമ്പോഴത്തേക്കും ദിസ് ക്യാൻ കോസ് ആസിഡോസിസ് ആക്കാം, ആസിഡോസിസ് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാം, കൺവൾഷൻസ് ഉണ്ടാക്കാം, ആൻഡ് കാർഡിയോവാസ്കുലാർ കൊളാപ്സ് മൂലമായിരിക്കും മിക്കവാറും ഡെത്ത് ഉണ്ടാവും. സോ അപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുക ആദ്യം ഫർദർ വീണ്ടും ഈ സാധനം അബ്സോർബ് ചെയ്യുക എന്നുള്ളത്, അബ്സോർഷൻ തടയുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, വയറ്റിൽ കിടക്കുന്ന സംഭവങ്ങളെ നമുക്ക് കളയുക എന്നുള്ളതാണ്. സോ അതിന് നമുക്ക് സോഡിയം ബൈകാർബണേറ്റ് കൊടുത്തിട്ട് അതിനെ നമുക്ക് ഇതാക്കാൻ പറ്റും, ഗ്യാസ്ട്രിക് ലാവേജ് നടത്താൻ പറ്റും. ഗ്യാസ്ട്രിക് ലാവേജ് നടക്കുക. ദെൻ പിന്നെ അല്ലെങ്കിൽ നമുക്ക് എഗ് യോക്കിൽ ഒരുപാട് ഫോസ്ഫേറ്റ്സ് ഉണ്ട്, അത് കോംപ്ലക്സ് ആകും. ദെൻ മിൽക്ക് ആൻഡ് ഓൾസോ കോംപ്ലക്സ്. സോ അതൊക്കെ കൊടുത്തിട്ട് നമുക്ക് വയറ്റിൽ നിന്നുള്ള ഫർദർ അബ്സോർഷൻ നമുക്ക് ഓർക്കാം. പക്ഷെ ഇവിടെ കൊടുക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ ഗുണമില്ലാത്തത് ആക്ടിവേറ്റഡ് ചാർക്കോൾ കൊടുത്തിട്ട് കാര്യമില്ല. സോ ഇതിനൊപ്പം തന്നെ നമ്മൾ ഹാർട്ട് റേറ്റ്, ബ്ലഡ് BP അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, റെസ്പിറേഷൻ, അതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ വി ക്യാൻ ഗോ ഫോർ ഗിവിങ് ആന്റിഡോട്ട് പോകാം. ആന്റിഡോട്ടിന്റെ പേര് ഡെസ്ഫെറിയോക്സമിൻ എന്ന് പറയുന്ന മരുന്നാണ്, അല്ലെങ്കിൽ ഡെസ് ഇല്ലാതെ ഡിഫെറിയോക്സമിൻ എന്ന് നമ്മൾ ഇതിന് വിളിക്കും. ആൻഡ് ഇത് നമുക്ക് 2 രീതിയിൽ കൊടുക്കാം, IM കൊടുക്കാം, IV കൊടുക്കാം. സാധാരണ രീതിയിൽ IM മതിയാകും. ദെൻ ഷോക്ക് പോലെയുള്ള കണ്ടീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ IV നമുക്ക് കൊടുക്കേണ്ടി വരും. പരമാവധി 75 മില്ലിഗ്രാം പെർ കിലോഗ്രാം വരെയാണ് നമ്മൾ ഇത് കൊടുക്കുക. ദെൻ ഫ്ലൂയിഡ്, ഇലക്ട്രോലൈറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കറക്റ്റ് ചെയ്യുക, ആസിഡോസിസ് കറക്റ്റ് ചെയ്യുക. ദെൻ CNS പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡയസിപ്പാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതൊക്കെയാണ് അക്യൂട്ട് അയൺ പോയിസണിങ്ങിന്റെ നമുക്ക് ട്രീറ്റ്മെന്റ്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞത് വാട്ട് ആർ ദ ഡിഫറെന്റ് അയൺ ഫോർ പ്രിപ്പറേഷൻസ്. ഓറൽ പറഞ്ഞു, ദെൻ ഇഞ്ചെക്റ്റബിൾ പറഞ്ഞു, ദെൻ അയൺ പോയിസണിങ് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എന്താണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വൈറ്റമിൻ B12 കുറിച്ച് പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.